നമസ്കാരം. കേരളത്തിന്റെ സാമ്പത്തിക വർഷത്തെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് സംസ്ഥാന ബജറ്റ്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന നിർദ്ദേശങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നവയാണ്. ക്ഷേമ പെൻഷൻ വർധന, സ്ത്രീ സുരക്ഷാ പദ്ധതി വഴിയുള്ള ധനസഹായം, കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ സഹായം, ആരോഗ്യ ഇൻഷുറൻസ് പരിധി പുനഃസ്ഥാപിക്കൽ, APL കാർഡ് ഉടമകൾക്കുള്ള ആശ്വാസ പാക്കേജ്, KSRTC പുനർജീവിപ്പിക്കാനുള്ള ഫണ്ട്, സംസ്ഥാന വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നികുതി പരിഷ്കാരങ്ങൾ, വ്യവസായം, ടൂറിസം മേഖലകളിലെ പുതിയ നിക്ഷേപ പദ്ധതികൾ എന്നിവയാണ് ഈ ബജറ്റിന്റെ കേന്ദ്ര ബിന്ദുക്കൾ. ക്ഷേമ പെൻഷൻ കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ സംവിധാനത്തിന്റെ നട്ടെല്ലാണ്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ തുടങ്ങിയവയിലൂടെ 50-ലധികം ലക്ഷം പേർക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം ലഭ്യമാകുന്നു. നിലവിൽ ലഭിക്കുന്ന തുക വിലക്കയറ്റത്തിന്റെ അനുപാതത്തിൽ പര്യാപ്തമല്ല എന്ന പരാതി വ്യാപകമാണ്. ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, ഗതാഗത ചെലവുകൾ എന്നിവയെല്ലാം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പെൻഷൻ തുകയിൽ ഗണ്യമായ വർധനവ് വേണമെന്ന ആവശ്യം ശക്തമാണ്. ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം വന്നാൽ അത് ഗുണഭോക്താക്കളുടെ അടിസ്ഥാന ജീവിത ചെലവുകൾ നികത്താൻ സഹായിക്കും. കൂടാതെ പെൻഷൻ വിതരണത്തിലുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാനുള്ള സംവിധാനവും ബജറ്റിൽ പരിഗണിക്കും. ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള നേരിട്ടുള്ള പണമിടപാട് കൂടുതൽ കാര്യക്ഷമമാക്കുക, ആധാർ സീഡിംഗ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഗുണഭോക്താക്കളുടെ പട്ടിക പതിവായി അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയ നടപടികൾ ക്ഷേമ പെൻഷൻ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കും. പെൻഷൻ വർധനവ് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെങ്കിലും സാമൂഹിക നീതിയുടെ ഭാഗമായി ഇത് അനിവാര്യമാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി കേരള സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നയത്തിന്റെ ഭാഗമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാനും സ്വയം തൊഴിൽ ചെയ്യാനും സഹായിക്കുന്നതാണ് ഈ പദ്ധതി. നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പദ്ധതിയുടെ ഭാഗമായി 3000 രൂപ ഒറ്റത്തവണ ധനസഹായം നൽകാനുള്ള സാധ്യതയാണ്. ഈ തുക സ്ത്രീകൾക്ക് ചെറിയ വ്യാപാരം തുടങ്ങാനോ കുടുംബത്തിന്റെ അടിയന്തര ചെലവുകൾ നികത്താനോ ഉപയോഗിക്കാം. സ്വയം സഹായ സംഘടനകളിലൂടെയും കുടുംബശ്രീകളിലൂടെയും ഈ ധനസഹായം വിതരണം ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം. സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും. സ്ത്രീകൾ സമ്പാദിക്കുന്ന പണം ഭക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കായി ചിലവാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് ബജറ്റിൽ വലിയ വകയിരുത്തൽ ലഭ്യമാകും. പദ്ധതിയുടെ നടത്തിപ്പ് സുതാര്യമാക്കുന്നതിനും അർഹരായവർക്ക് മാത്രം പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥിനികൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള പദ്ധതിയാണ് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകാനുള്ള നിർദ്ദേശം. പുസ്തകങ്ങൾ വാങ്ങുക, കോളേജിലേക്കുള്ള യാത്രാ ചെലവുകൾ, ഹോസ്റ്റൽ ഫീസ്, ഇന്റർനെറ്റ് ചെലവ് തുടങ്ങിയവ നികത്താൻ ഈ തുക സഹായിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനം പാതിവഴി നിർത്തുന്ന പെൺകുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിൽ പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ നിരക്ക് ഉയർന്നതാണെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ ചിലർക്ക് തുടർന്ന് പഠിക്കാൻ കഴിയുന്നില്ല. ഈ പ്രതിമാസ സഹായം അവർക്ക് പഠനം തുടരാൻ പ്രേരകമാകും. ബജറ്റിൽ ഈ പദ്ധതിക്ക് വേണ്ടി പ്രത്യേക ഫണ്ട് വകയിരുത്തുകയും അർഹരായ വിദ്യാർത്ഥിനികളുടെ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യും. സർക്കാർ കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്ന രീതിയിലായിരിക്കും നടത്തിപ്പ്. ഇതുകൂടാതെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പുനഃസ്ഥാപനമാണ്. 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് സൗജന്യമായി ലഭിച്ചിരുന്ന ഈ പദ്ധതി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായിരുന്നു. ഗുരുതരമായ അസുഖങ്ങൾക്കുള്ള ചികിത്സ, ശസ്ത്രക്രിയകൾ, ദീർഘകാല ചികിത്സ എന്നിവയ്ക്ക് ഈ പരിധി അത്യാവശ്യമാണ്. പദ്ധതി നിർത്തിവച്ചതിനു ശേഷം പല കുടുംബങ്ങൾക്കും ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. ബജറ്റിൽ 25 ലക്ഷം രൂപയുടെ പരിധി വീണ്ടും പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള സാമ്പത്തിക വകയിരുത്തലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനൊപ്പം സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളും പ്രഖ്യാപിക്കും. പുതിയ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുക, കൂടുതൽ ഡോക്ടർമാരെ, നഴ്സുമാരെ നിയമിക്കുക, മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുക എന്നിവയിലൂടെ സർക്കാർ ആശുപത്രികളെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാക്കും. ആരോഗ്യ ഇൻഷുറൻസും സർക്കാർ ആശുപത്രികളുടെ ശക്തിപ്പെടുത്തലും ചേർന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തമാക്കും. APL ഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നിലവിൽ റേഷൻ വഴിയുള്ള സബ്സിഡി ആനുകൂല്യം വളരെ കുറവാണ്. എന്നാൽ വിലക്കയറ്റം കൂടുന്ന സാഹചര്യത്തിൽ ഈ വിഭാഗവും വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നു.
BPL കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന അതേ തോതിൽ സബ്സിഡി നൽകാൻ കഴിയില്ലെങ്കിലും APL കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ചില നടപടികൾ ബജറ്റിൽ ഉണ്ടാകും. അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുക, ചെറിയ തോതിലുള്ള ധനസഹായം നൽകുക, അല്ലെങ്കിൽ മറ്റ് ക്ഷേമ പദ്ധതികളിലേക്ക് അവരെ പരിഗണിക്കുക തുടങ്ങിയ മാർഗങ്ങൾ സർക്കാർ പരിശോധിക്കുന്നു. ക്ഷേമത്തിന്റെ പരിധി വിപുലീകരിച്ച് APL കുടുംബങ്ങളെ ഉൾപ്പെടുത്തുന്നത് സാമൂഹിക സമത്വം ഉറപ്പാക്കുന്നതിന് പ്രധാനമാണ്. ബജറ്റിൽ ഇതിനുള്ള സാമ്പത്തിക വകയിരുത്തൽ വരികയും നടത്തിപ്പിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇതുകൂടാതെ പൊതുഗതാഗത മേഖലയുടെ നട്ടെല്ലായ KSRTC വർഷങ്ങളായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. സർവീസുകൾ കൃത്യമായി നടത്താൻ കഴിയാതെ വരുന്നതും പുതിയ ബസ്സുകൾ വാങ്ങാൻ കഴിയാതെ വരുന്നതും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നതും KSRTCയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ബജറ്റിൽ KSRTCക്ക് വേണ്ടി പ്രത്യേക ധനസഹായ പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ ബസ്സുകൾ വാങ്ങുക, പഴയ ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തുക, ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർക്കുക, ഡിപ്പോകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയ്ക്ക് ഈ ഫണ്ട് ഉപയോഗിക്കും. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തും. ടൂറിസ്റ്റ് പാക്കേജുകൾ, ചരക്ക് ഗതാഗത സേവനം, പരസ്യ വരുമാനം എന്നിവയിലൂടെ അധിക വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തും. KSRTC ശക്തിപ്പെടുന്നത് സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുകയും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ബജറ്റിൽ ഉണ്ടാകും. മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നത് അതിലൊന്നാണ്. മദ്യവിൽപ്പനയിൽ നിന്നുള്ള എക്സൈസ് വരുമാനം സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ്. വില വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കും. അതേസമയം ഭൂമിയുടെ ന്യായവിലയും വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലുണ്ട്. ഭൂമി രജിസ്ട്രേഷൻ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഇത് സാധാരണക്കാരുടെ ഭൂമി ഇടപാടുകളെ അമിതമായി ബാധിക്കാതിരിക്കാൻ സർക്കാർ ശ്രമിക്കും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പൊതുജനങ്ങൾക്ക് അധിക ഭാരം വരാത്ത രീതിയിലുള്ള നയങ്ങളാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള നടപടികളും ബജറ്റിൽ ഉൾപ്പെടുത്തും. വ്യവസായ മേഖലയിലും ടൂറിസം മേഖലയിലും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള പദ്ധതികളും ബജറ്റിന്റെ ഭാഗമാകും. വ്യവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, നിക്ഷേപ സൗഹൃദ നയങ്ങൾ പ്രഖ്യാപിക്കുക, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക, സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകുക എന്നിവയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ടൂറിസം മേഖല കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ്. ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക, ടൂറിസ്റ്റ് നികുതി ഘടന ലളിതമാക്കുക എന്നിവയിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സർക്കാർ ശ്രമിക്കും. തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ മേഖലകൾക്ക് നിർണായക പങ്കുണ്ട്. ബജറ്റിൽ ഈ മേഖലകൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളും ഫണ്ടും വകയിരുത്തും. കേരളത്തിന്റെ സാമ്പത്തിക നയം ക്ഷേമത്തിനൊപ്പം വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്നതായിരിക്കും. സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുന്ന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ബജറ്റ് തേടും. ക്ഷേമ പെൻഷൻ വർധന സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തും. സ്ത്രീകൾക്കുള്ള 3000 രൂപ ധനസഹായം സ്ത്രീ ശാക്തീകരണത്തിന് സഹായിക്കും. വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കും. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ചികിത്സാ ചെലവ് ഭാരം കുറയ്ക്കും. APL കുടുംബങ്ങൾക്കുള്ള ആശ്വാസം ക്ഷേമത്തിന്റെ പരിധി വിപുലീകരിക്കും. KSRTCക്കുള്ള ഫണ്ട് പൊതുഗതാഗതം മെച്ചപ്പെടുത്തും. മദ്യം, ഭൂമി ന്യായ വില വർധന സംസ്ഥാന വരുമാനം വർദ്ധിപ്പിക്കും. വ്യവസായ ടൂറിസം നിക്ഷേപങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഈ ഓരോ പ്രഖ്യാപനവും ജനജീവിതത്തിൽ നേരിട്ട് പ്രതിഫലിക്കും. സർക്കാരിന്റെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയും സാമൂഹിക നീതിയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുമ്പോൾ കേരളം ക്ഷേമത്തിലും വികസനത്തിലും കൂടുതൽ മുന്നോട്ടു പോകും. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങാതെ കൃത്യമായി നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അഴിമതിയില്ലാതെ, കാലതാമസമില്ലാതെ അർഹരായവർക്ക് മാത്രം പ്രയോജനം ലഭിക്കുന്ന രീതിയിലായിരിക്കണം നടത്തിപ്പ്. സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ബജറ്റിന്റെ ലക്ഷ്യം പൂർണ്ണമായി നേടാൻ കഴിയൂ. കേരളത്തിന്റെ സാമ്പത്തിക ഭാവി രൂപപ്പെടുത്തുന്ന ഈ ബജറ്റ് സാധാരണക്കാരന്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.